സർവീസ് ഓൺ കോർപ്പറേഷന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു കമ്മിറ്റിയാണ്. ഏതാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. സർവേ കമ്മിറ്റി നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഏതാണിത്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ എന്താണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഈ ഓർത്ത് വെച്ചേക്കണം. വന്നാൽ ഏതാണ്? റിവ്യൂ കമ്മിറ്റി ആണ്. അപ്പൊ സർവേ കമ്മിറ്റി കൊണ്ട് എസ് വന്നാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ആറിന് പകരം എസ് വന്നാൽ സർവേ കമ്മിറ്റി, അവിടെ ആറ് വന്നാൽ റിവ്യൂ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്മിറ്റി അതിനെ കുറിച്ചാണ് നമ്മൾ എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണ്. പലവട്ടം നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ആരാണ്? RBI ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും RBI ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആര് തന്നെയാണ്? RBI ആണ്. ഇൻ ദ ഇയർ ജൂലൈ 1966. എന്നാണ്? ജൂലൈ 1966 ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ജൂലൈ 1966. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ദ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ. ഓക്കെ, ഇതിന് തൊട്ടു മുമ്പ് ഒരു കമ്മിറ്റി റൂറൽ ക്രെഡിറ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഏതാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അപ്പൊ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷമുള്ള ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ കാർഷിക വായ്പയെ കുറിച്ച് പഠിക്കുവാനും വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത്. ഏത് വർഷം? ജൂലൈ 1966. ഓക്കെ, അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ആരായിരുന്നു ചെയർമാൻഷിപ്പ്? ആരായിരുന്നു ചെയർമാൻ? ആരായിരുന്നു? ബി വെങ്കടപ്പൈ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ബി വെങ്കടപ്പൈ അല്ലെ? ബി വെങ്കടപ്പൈ, മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആയിട്ടുള്ള ബി വെങ്കടപ്പൈ. ഓൾറെഡി നമ്മൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിലും പുള്ളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയിലും പുള്ളി ഉണ്ട്. ഇതിന്റെ ചെയർമാനാണ് അദ്ദേഹം, ബി വെങ്കടപ്പൈ. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് RBI ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആ സമയത്ത് RBI ഗവർണർ എന്ന് പറയുന്ന ആരായിരുന്നു? ശ്രീ PC ഭട്ടാചാര്യയാണ്. ശ്രീ PC ഭട്ടാചാര്യ. ശ്രീ PC ഭട്ടാചാര്യാണ് ആ സമയത്തെ RBI ഗവർണർ. ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് RBI ഗവർണർ ആണ് ശ്രീ PC ഭട്ടാചാര്യ. സർവേ കമ്മിറ്റിയിൽ ആരായിരുന്നു? ബി രാമറാവു ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ്? ശ്രീ PC ഭട്ടാചാര്യ വാസ് ദ ഗവർണർ ഓഫ് RBI അറ്റ് ദാറ്റ് ടൈം. ഏത് കമ്മിറ്റിയുടെ കേസിൽ? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ കേസിൽ. ഓക്കെ, പറയുന്നുണ്ട് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി വെയർ. ആരൊക്കെയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയിലെ മെമ്പേഴ്സ്? നമുക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, എന്നാൽ അതിൽ കുറെ ആൾക്കാർ മാറിയിട്ടുമുണ്ട്. ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടേ ചില ആൾക്കാർ റിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഇത് നമ്മൾ പഠിക്കുന്നത് ഈ കമ്മിറ്റി രൂപീകരണ സമയത്തെ കമ്മിറ്റി മെമ്പേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ആരൊക്കെയാണ് രൂപീകരിച്ച സമയത്തെ കമ്മിറ്റി മെമ്പേഴ്സ്? നോക്കിക്കേ, ആദ്യം ബി വെങ്കടപ്പൈ. ബി വെങ്കടപ്പൈ നമുക്കറിയാവുന്ന ആളാണ് അല്ലെ? ആരാണ്? ബി വെങ്കടപ്പൈ ആണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ. സർവേ കമ്മിറ്റിയുടെ ആരാണ്? AD ഗോർവാലയാണ്. മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഡോക്ടർ DR ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ അവിടെ ഉണ്ടായിരുന്നു. MR ബിഡേ. പിന്നീട് അയാൾ മാറി. ബി ശിവരാമൻ. നമുക്കറിയാം, ട്രാഫിക് കാർഡിന്റെ ചെയർമാൻ ആയിട്ടുള്ള ബി ശിവരാമൻ. N രാമാനന്ദ റാവു. B മജുംദാർ ആൻഡ് CG രാമസുബ്ബു. ഇത്രയും പേരായിരുന്നു ഇനീഷ്യൽ ആയിട്ട് ഈ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മെമ്പേഴ്സ്. ഒന്നുകൂടെ നോക്കിയേ, ബി വെങ്കടപ്പൈ, DR ഗാഡ്ഗിൽ, MR ബിഡേ, ബി ശിവരാമൻ, N രാമാനന്ദ റാവു, മജുംദാർ ആൻഡ് CG രാമസുബ്ബു. അപ്പൊ ഇതിൽ ഒരു പേര് ഓർത്തു വെച്ചേക്കണം. ഞാൻ പറഞ്ഞു ഇത്രയും പേര് അവസാനം ഇല്ലായിരുന്നു. ഇപ്പൊ ബിഡേ മാറി, DR ഗാഡ്ഗിൽ റിസൈൻ ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയും അംഗങ്ങൾ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കിയേ, MR ബിഡേ മാറി. ഡോക്ടർ DR ഗാഡ്ഗിൽ റിസൈൻ ചെയ്തു ഈ കമ്മിറ്റിയിൽ നിന്നും. അപ്പം അവസാനം ഇത്രയും അംഗങ്ങൾ ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ ഓർത്തു വെക്കേണ്ട രണ്ട് പേര് ഇതിനകത്ത് ഓർത്തു വെച്ചേക്കണം. ഒന്ന് ബി വെങ്കടപ്പയ്യായിരുന്നു ചെയർമാൻ. രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് ആരാണ്? CG രാമസുബ്ബു.
പറയണം ആരാണ് ഈ CG രാമസുബ്ബു. അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് ഓഫീസർ ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് RBI ആണ്. ഡെപ്യൂട്ടി ചീഫ് ഓഫീസർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് RBI. അദ്ദേഹമായിരുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി. ആരാണ്? CG രാമസുബ്ബു. രാമസുബ്ബു ആയിരുന്നു ഇതിന്റെ മെമ്പർ സെക്രട്ടറി. അതിന്റെയോ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ആരായിരുന്നു? NSR ശാസ്ത്രി ആയിരുന്നു. ഇതിന്റെ ആരാണ്? CG രാമസുബ്ബു ആണ്. ഡെപ്യൂട്ടി ചീഫ് ഓഫീസർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് RBI. അതായിരുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ടേംസ് ഓഫ് റെഫറൻസ് പറയുന്നുണ്ട്. അതായത് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവരെ ഏൽപ്പിക്കുന്ന ജോലിയും കൂടിയാണ് ടേംസ് ഓഫ് റെഫറൻസിൽ പറയുന്നത്. എന്താണ് ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ്? നോക്കിയേ. The terms of reference of the committee was to review the supply of rural credit in the context of 4th 5-year plan. അതായത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം? To review the supply of rural credit. സപ്ലൈ ഓഫ് റൂറൽ ക്രെഡിറ്റ്, ഗ്രാമീണ വായ്പയുടെ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ക്രെഡിറ്റ് ഫ്ലോ അതെന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം, അവലോകനം ചെയ്യണം. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? 4th 5-year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട്. ആൻഡ് ടു അനലൈസ് ദ റിക്വയർമെന്റ് ഓഫ് ദ ഇന്റൻസീവ് പ്രോഗ്രാംസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഓക്കെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന്റെ ആവശ്യകത, റിക്വയർമെന്റിനെ കുറിച്ച് പഠിക്കുക. കാർഷിക ഉൽപാദനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പഠിക്കുക. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ദെൻ കാർഷിക മേഖലയിലേക്കുള്ള ക്രെഡിറ്റ് ഫ്ലോ വിലയിരുത്തുക. ഇതായിരുന്നു പ്രധാനമായിട്ടും ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന്, ടു റിവ്യൂ ദ സപ്ലൈ ഓഫ് റൂറൽ ക്രെഡിറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് 4th 5-year പ്ലാൻ ആൻഡ് ടു അനലൈസ് ദ റിക്വയർമെന്റ് ഓഫ് ദ ഇന്റൻസീവ് പ്രോഗ്രാംസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ്. നോക്കിക്കേ. ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ 30th July 1969. ജൂലൈ 1969 ഈ കമ്മിറ്റി എന്ത് ചെയ്തു? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പൊ എത്ര വർഷം നോക്കിക്കേ? 1966, 1969. ഓക്കെ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഇയർ ആണ് 1966 മുതൽ 1969 വരെ. 3 വർഷം എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നീ നോക്കണം എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അവരുടെ പഠനം നടത്തി. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് നോക്കിക്കേ. സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് വെർ നോട്ട് ബെനിഫിറ്റഡ് ബൈ ദ ന്യൂ അഗ്രികൾച്ചറൽ സ്കീംസ് ഓഫ് ദ ഗവൺമെന്റ്. എന്താണ് പറഞ്ഞത്? സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് were not benefited by the new agricultural schemes of the government. ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പുതിയ കാർഷിക പദ്ധതിയുടെ ബെനിഫിറ്റ്, അതിന്റെ പ്രയോജനം സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സിന് ലഭിക്കുന്നില്ല. 2, benefit of such schemes were mainly occupied by. ഈ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന കാർഷിക പദ്ധതികളുടെ ബെനിഫിറ്റ് പ്രധാനമായിട്ടും കിട്ടുന്നത് ആർക്കാണ്? റിച്ച്, പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഫാർമേഴ്സ്. പണക്കാരായിട്ടുള്ള, ശക്തരായിട്ടുള്ള, സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഫാർമേഴ്സിന് മാത്രമാണ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ആ സ്കീമുകളുടെ പ്രയോജനം ലഭിക്കുന്നത്. അപ്പൊ ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ ആണിത്. സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് വെർ നോട്ട് ബെനിഫിറ്റഡ് ബൈ ദ ന്യൂ അഗ്രികൾച്ചറൽ സ്കീംസ് ഓഫ് ദ ഗവൺമെന്റ്. ബെനിഫിറ്റ് ഓഫ് സച്ച് സ്കീംസ് വെർ മെയിൻലി ഒക്യുപ്പൈഡ് ബൈ ആരാണ്? റിച്ച്, പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഫാർമേഴ്സ്. കമ്മിറ്റി നടത്തിയ ഒരു കണ്ടെത്തലാണത്. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ചില നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചു. ഇവരുടെ റെക്കമെൻഡേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. 1, മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ്. എന്താണ് മൾട്ടി ഏജൻസി അപ്രോച്ച്? എന്താണ് മൾട്ടി ഏജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്? മൾട്ടി ഏജൻസി അപ്രോച്ച് എന്ന് പറയുന്നത് PACS,
ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ അല്ലെങ്കിൽ സൊസൈറ്റികൾ, ലാർജ് ലാംസ് പോലെയുള്ള സംഘങ്ങള്, അപ്പം അതുപോലെ തന്നെ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സുകളും അവരുടെ ബ്രാഞ്ചുകളും റൂറൽ ഏരിയയിലെ ആൾക്കാരുടെ സേവനങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം. അതായത് റൂറൽ ഏരിയയിൽ ഈ മൾട്ടി ഏജൻസികൾ റൂറൽ ഏരിയയിലെ ക്രെഡിറ്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഒരു വായ്പ എടുക്കാൻ വേണ്ടി ഗ്രാമീണ മേഖലയിൽ കൃഷിക്കാർ എവിടെയൊക്കെ പോവാം? ഈ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് ബാങ്ക്സ് അവിടെ ഉണ്ടാവും, PSUs ഉണ്ടാവും, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി ഉണ്ടാവും, ലാംസുകൾ ഉണ്ടെങ്കിൽ ലാംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ ബ്രാഞ്ചുകൾ ഉണ്ടാവും, RRBs ഉണ്ടാവും. അപ്പൊ അങ്ങനെ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് ഓഫ് റൂറൽ പീപ്പിൾ മെറ്റ് ബൈ ദീസ് മൾട്ടിപ്പിൾ ഏജൻസീസ്. അതാണ് ഏത് മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ്. ഗ്രാമീണ മേഖലയിൽ ആ വായ്പ കൊടുക്കുമ്പോൾ അവിടെ എന്ത് വേണം? മൾട്ടി ഏജൻസി അപ്രോച്ച് ഉണ്ടാവണം. ഒരു നിർദ്ദേശം ഇതായിരുന്നു. 2, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, മാർജിനൽ ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ laborers development agency in some selected districts and states in order to ensure that poor and needy farmers are also better benefited by the cooperative credits and lending services. നമ്മൾ നേരത്തെ പഠിച്ചൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? സ്മോൾ ഫാർമേഴ്സിന്, മാർജിനൽ ഫാർമേഴ്സിന്, അഗ്രികൾച്ചർ ലേബറേഴ്സിന് എന്ത് കിട്ടുന്നില്ല? ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പുതിയ സ്കീമുകളുടെ നേട്ടം കിട്ടുന്നില്ല. ആ നേട്ടം ഉണ്ടാക്കുന്ന ആരാണ്? റിച്ച്, പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഫാർമേഴ്സ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഏജൻസി രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്താണ് നിർദ്ദേശം എന്ന് പറയുന്നത്? സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, അതുപോലെ തന്നെ മാർജിനൽ ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. അപ്പൊ അതിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് എങ്ങനെയാണ്? അഗ്രികൾച്ചർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ 52% ആർക്കായിരിക്കണം? സ്മോൾ ഫാർമേഴ്സിന് വേണം പ്രൊവൈഡ് ചെയ്യാൻ. എന്താണ് പറഞ്ഞത്? അഗ്രികൾച്ചർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതിയിലൂടെ കാർഷിക വായ്പ നൽകുമ്പോൾ എന്താണ്? അതിൽ 52% ആർക്ക് കൊടുക്കണം? സ്മോൾ ഫാർമേഴ്സിന് കൊടുക്കണം. 24% ആർക്ക് കൊടുക്കണം? അഗ്രികൾച്ചറൽ ലേബറേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. 24% ആർക്ക് കൊടുക്കണം? മാർജിനൽ ഫാർമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ മുന്നോട്ട് വെച്ചു. അഗ്രികൾച്ചർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആർക്കാണ്? 52% ആരിലേക്ക് പോകണം? സ്മോൾ ഫാർമേഴ്സിനാണ് പോകേണ്ടത്. ദെൻ 24% എങ്ങോട്ട് പോകണം? മാർജിനൽ ഫാർമേഴ്സിന് പോകണം. 24% എങ്ങോട്ട് പോകണം? അഗ്രികൾച്ചറൽ ലേബറേഴ്സിന് പോകണം. അങ്ങനെ ചെയ്താൽ ഈ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന സ്കീമുകളുടെ ബെനിഫിറ്റ് അവർക്കും കൂടെ ലഭിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, മാർജിനൽ ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി. SFD എന്ന് പറയും, MFD എന്നും പറയും. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ റെക്കമെൻഡേഷൻ ആരുടെയാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെയാണ്. ദെൻ അടുത്ത നോക്കിക്കേ, റീവാമ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ. റീവാമ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ നമുക്കറിയാം 1963 രൂപീകരിച്ച, പിന്നീട് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് കോർപ്പറേഷൻ, ARDFC എന്നറിയപ്പെടുന്ന. അപ്പൊ അതിന്റെ പ്രവർത്തനം എന്ത് ചെയ്യണം? ഒന്നുകൂടെ റിവാമ്പ് ചെയ്യണം, ഒന്നുകൂടെ ഉത്തേജിപ്പിക്കുക, അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയാം. ഓക്കെ, ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ കൂടി പറയുന്നത്, കമ്മിറ്റി പോയിന്റ് ഔട്ട് ദാറ്റ് agricultural refinance corporation along with RBI can play a significant role in financing long term credit. ദീർഘകാല വായ്പ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷനും along with RBIക്കും വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷന്റെ പ്രവർത്തനം ഒന്ന് റിവാമ്പ് ചെയ്യണം. അപ്പൊ എന്നാണ് അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷൻ രൂപീകരിച്ചത്? 1963 ഓർത്ത് വെച്ചേക്കണം. പിന്നീട് 75 അത് അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ARDC ആയി. അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആദ്യം എന്തായിരുന്നു? അഗ്രികൾച്ചറൽ റീഫിനാൻസ് കോർപ്പറേഷൻ ആയിരുന്നു. ഏത് വർഷം? 1963.
അപ്പൊ അവരുടെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, റിവാമ്പ് ചെയ്യണം. അവർക്കും RBIയോട് കൂടി ചേർന്നുകൊണ്ട് ലോങ് ടേം ക്രെഡിറ്റിലെ ഒരു സുപ്രധാനമായ റോള് വഹിക്കാനുണ്ട് എന്ന് ഈ കമ്മിറ്റി കണ്ടെത്തി. അടുത്ത് പറയും നോക്കിയേ, the committee suggested that there was high need for viable primary cooperative credit societies at all levels. Viable, ആ പേര്, ആ ഒരു വാക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. വയബിലിറ്റി, വയബിൾ ആയിട്ടുള്ള, ഫീസിബിൾ ആയിട്ടുള്ള പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവണം. കാര്യം അവരാണ്, they are the institution which are close contact with farmers. ഫാർമേഴ്സുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ് ഏത്, ഈ പറഞ്ഞ പോലെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ. അപ്പൊ അവര് എല്ലാ ലെവലും വയബിൾ ആയിട്ട് പ്രവർത്തിക്കണം. ഓക്കെ, അടുത്ത് പറയുന്നുണ്ട്, അടുത്ത പോയിന്റ് എന്താണ്, ഇറ്റ് ഓൾസോ സജസ്റ്റഡ് ടു modernize and improve lending procedures and policies of cooperative credit societies in order to make them more simple and flexible. കാർഷിക മേഖലയിൽ ആ വായ്പ എടുക്കാൻ വേണ്ടി ഒരു കർഷകൻ വരുമ്പോൾ, ഒരു കർഷകൻ എന്ന് പറയുന്ന വ്യക്തിക്ക് they are not aware of the complexities of getting loans. ഒരു ലോൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ലോൺ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോംപ്ലക്സിറ്റീസിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ അവർക്ക് കൊടുക്കുന്ന ലോൺ അല്പം കൂടി ജനപ്രിയമാക്കുവാൻ വേണ്ടിയിട്ട് ലോൺ പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ ലെൻഡിങ് പോളിസികൾ എന്ത് ചെയ്യണം, അത് സിംപ്ലിഫൈ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യണം. അതും ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ. അല്ലാതെ ഒരു ഫാർമർ ലോൺ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ലെൻഡിങ് പോളിസിയുടെ നൂലാമാലകളെ കുറിച്ച് അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അയാളെ കോംപ്ലക്സ് ആക്കുകയല്ല വേണ്ടത്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. അടുത്ത് പറയുന്നുണ്ട്, ഇറ്റ് ഓൾസോ സജസ്റ്റഡ് ദാറ്റ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു ടേം ക്രെഡിറ്റ് ഫോർ ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. ടേം ക്രെഡിറ്റ്, അതായത് ചില വായ്പകൾ ടേം ക്രെഡിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക, നിശ്ചിത കാലയളവിലേക്കുള്ള വായ്പകൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം എന്താ പറയുക, കാർഷിക മേഖലയിലെ ചില വായ്പകൾക്ക് കൃത്യമായ ഒരു കാലയളവ് പറയുന്നുണ്ട്, ആ കാലയളവിലേക്കുള്ള വായ്പ ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. പറയുന്നുണ്ട്, technical feasibility and economic viability of the scheme should be assessed and reviewed. കാർഷിക മേഖലയിൽ വായ്പ കൊടുക്കുന്നതിന്റെ സാങ്കേതിക സാധ്യതകളെ കുറിച്ചും സാമ്പത്തിക വയബിലിറ്റിയെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അസസ് ചെയ്യണം, വിലയിരുത്തണം. ആൻഡ് റിവ്യൂഡ്, ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം, അത് റിവ്യൂ ചെയ്യണം. അത് പുനരാവിഷ്കരിക്കുകയോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുകയോ പുനരവലോകനം ചെയ്യുകയോ ചെയ്യണം ആവശ്യമെങ്കിൽ. അല്ലാതെ എപ്പോഴും എന്താ പറയാ, നമുക്ക് ലോൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ അതനുസരിച്ചുള്ള കാലോചിതമായ മാറ്റങ്ങൾ ഈ സ്കീമുകൾ, നമ്മൾ പൊതുവെ പ്രത്യേകിച്ച് കുറെ സ്കീമുകൾ പറയും. ഒന്ന് മൈനർ ഇറിഗേഷൻ, ലാൻഡ് ഡെവലപ്മെന്റ്, ഡയറി ഡെവലപ്മെന്റ്, പോൾട്രി ഡെവലപ്മെന്റ്, ദെൻ പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടിക്കൾച്ചർ, ഇതൊക്കെ ഡിഫറെന്റ് സ്കീമാണ്. അപ്പൊ ഈ സ്കീം പ്രകാരമുള്ള വായ്പകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ടെക്നിക്കൽ ഫീസിബിലിറ്റിയും അതിന്റെ എക്കണോമിക് വയബിലിറ്റിയും അസസ് ചെയ്യുകയോ റിവ്യൂ ചെയ്യുകയോ ചെയ്യണം. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്. അടുത്ത് പറയുന്നുണ്ട്, ഇറ്റ് റെക്കമെൻഡഡ് ദാറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഷുഡ് പ്രൊവൈഡ് ഫിനാൻസസ് ഡയറക്ട്ലി ടു കൾട്ടിവേറ്റേഴ്സ്. വാണിജ്യ ബാങ്കുകൾ നേരിട്ട് ആർക്ക് കൊടുക്കണം, ഡയറക്റ്റ് ആയിട്ട് കൾട്ടിവേറ്റേഴ്സിന് വായ്പ കൊടുക്കണം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൾസോ സജസ്റ്റഡ് ടു എക്സ്റ്റെൻഡ് സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്സ്. കാർഷിക മേഖലയിലെ ഇൻപുട്ടുകൾ, അതായത് ഈ പറഞ്ഞ പോലെ ഇൻസെക്ടിസൈഡ് ആയിക്കോട്ടെ, ഫെർട്ടിലൈസർ ആയിക്കോട്ടെ, സീഡ് ആയിക്കോട്ടെ, ഇതുപോലെ അഗ്രികൾച്ചർ ഇൻപുട്ട് സപ്ലൈ ചെയ്യണം. മാർക്കറ്റിംഗ് പ്രോസസിംഗ് ആക്ടിവിറ്റീസുകൾ നടപ്പിലാക്കണം. They should also provide working capital to non-credit cooperatives. വായ്പ ഇതര സംഘങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആര് പ്രൊവൈഡ് ചെയ്യണം, കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എന്താ പറഞ്ഞത്, ഇറ്റ് റെക്കമെൻഡഡ് ദാറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഷുഡ് പ്രൊവൈഡ് ഫിനാൻസസ് ഡയറക്ട്ലി ടു കൾട്ടിവേറ്റേഴ്സ്. കൃഷിക്കാർക്ക് നേരിട്ട് വായ്പ കൊടുക്കുക. അതുമാത്രം പോരാ, എന്താണ്, സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്സ് കൊടുക്കണം, മാർക്കറ്റിംഗ് കൊടുക്കണം, പ്രോസസിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കണം. ഇനി നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധ്യമെങ്കിൽ എന്ത് കൊടുക്കണം, വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കണം. ഇത് ഈ കമ്മിറ്റി വെച്ച് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. അടുത്ത എന്താണ്, ഇറ്റ് ഓൾസോ സജസ്റ്റഡ് കോർഡിനേഷൻ കമ്മിറ്റി അറ്റ് വേരിയസ് ലെവൽസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് ഏജൻസീസ് ഇൻ ദ ഫീൽഡ് ഓഫ് റൂറൽ ക്രെഡിറ്റ്. ഗ്രാമീണ മേഖലയിൽ വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളെ, ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്താണ്,
കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കണം. കോർഡിനേഷൻ കമ്മിറ്റി നമുക്കുണ്ട് ജില്ലാതല ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റികളുണ്ട്. ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിലും ലീഡ് ബാങ്കിന്റെ ഒക്കെ നിയന്ത്രണത്തിലുള്ള കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളാണ് കാർഷിക മേഖലയിലേക്ക് കൊടുക്കുന്ന വായ്പകളുടെ കോർഡിനേഷൻ നടത്തുന്നത്. കോർഡിനേഷൻ മാത്രമല്ല, അതിന്റെ റിവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള ഡിസ്ട്രിക്ട് ലെവൽ DLMC കമ്മിറ്റികളുണ്ട്, SLBC കമ്മിറ്റികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കമ്മിറ്റികളെ രൂപീകരിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് മേഖലയിൽ, കാർഷിക വായ്പാ മേഖലയിൽ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവണം, രൂപീകരിക്കണം. ദെൻ നമുക്കറിയാവുന്ന, ഇതൊക്കെ നമ്മൾ കേൾക്കാത്തതാണ്, ഇനി അറിയാവുന്ന പറയുന്നുണ്ട്. ഇറ്റ് റെക്കമെൻഡഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് വിത്തിൻ ദ RBI. എന്താണ് പറഞ്ഞത്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് രൂപീകരിക്കണം. RBI ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് എന്ത് രൂപീകരിക്കണം? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് രൂപീകരിക്കണം. എവിടെയാണ് രൂപീകരിക്കേണ്ടത്? RBI കൂടി. ഓക്കെ, അപ്പൊ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തില് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് രൂപീകരിച്ചു. എന്നാ രൂപീകരിച്ചത്? 18/2/1979 രൂപീകരിച്ചു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ്. ഓക്കെ, അപ്പൊ ഈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് RBI ആക്ട് അമെൻഡ് ചെയ്താണ് ഇത് രൂപീകരിച്ചത്. അപ്പൊ എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? എന്താണ് പറയുന്നുണ്ട്? ടു പ്രൊവൈഡ് റീഫിനാൻസ് ഫെസിലിറ്റീസ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ആസ് വെൽ ആസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നാണ്. കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും കാർഷിക മേഖലയിൽ വായ്പ കൊടുക്കുന്നുണ്ട് എങ്കിൽ എന്ത് കൊടുക്കണം? റീഫിനാൻസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ആര്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ്. അപ്പൊ ഈ മേഖലയിൽ വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഇവരാണ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡാണ്. ACB എന്ന് പറയും. അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡ് ആർക്ക് കീഴിലാണ്? അണ്ടർ RBIക്ക് കീഴിൽ രൂപീകരിക്കണം. രൂപീകരിച്ചു എന്നാ 79 രൂപീകരിച്ചു. അത് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു. ദെൻ അടുത്തത് ടു റെക്കമെൻഡഡ് ടു ക്രിയേറ്റ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. REC. എന്താണ്? REC, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ആക്സിലറേറ്റ് എനർജി ത്രൂ ഇറിഗേഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഗ്രാമീണ മേഖലയില് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ റൂറൽ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ രൂപീകരിച്ചു. അതിന് കീഴില് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീം തയ്യാറാക്കി ഫണ്ട് രൂപീകരിച്ചു. 1969 റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ രൂപീകരിച്ചത്. ഈ B. വെങ്കടപ്പൈ തന്നെയായിരുന്നു ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ. നമ്മുടെ B. വെങ്കടപ്പയില്ലേ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ? ഈ കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെയായിരുന്നു ഈ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഏത് വർഷമാണ്? 1969. എന്തിനു വേണ്ട? ടു ആക്സിലറേറ്റ് എനർജി എങ്ങനെയാണ്? ഇറിഗേഷനിലൂടെ. അപ്പം ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ 1969 രൂപീകരിച്ചത്. ഇതിന്റെ ആദ്യത്തെ ചെയർമാനും ആര് തന്നെയായിരുന്നു? B. വെങ്കടപ്പൈ തന്നെയായിരുന്നു. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നുണ്ട് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സിലെ നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും അതുപോലെ തന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടിയും പ്രൊവൈഡ് ചെയ്യണം. അതും ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു. ദെൻ അടുത്ത എന്താണ്? അഡോപ്ഷൻ ഓഫ് വേരിയസ് മെഷേഴ്സ് ഫോർ എൻഷുറിംഗ് ദ ടൈംലി ആൻഡ് അഡിക്വേറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് അഗ്രികൾച്ചർ ത്രൂ കോപ്പറേറ്റീവ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. എന്താണ് പറഞ്ഞത്? കോപ്പറേറ്റീവ് ബാങ്ക്സിലൂടെയും കൊമേഴ്ഷ്യൽ ബാങ്ക്സിലൂടെയും വാണിജ്യ ബാങ്കിലൂടെയും അഗ്രികൾച്ചർ കാർഷിക മേഖലയിലായിട്ട് അഡിക്വേറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ആവശ്യമായിട്ടുള്ള വായ്പ എത്തിക്കണം. ഓക്കെ, അതാണ് ടു അഡോപ്ഷൻ ഓഫ് വേരിയസ് മെഷേഴ്സ്. അതിന് വേണ്ട ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ എന്ത് ചെയ്യണം? ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അഡിക്വേറ്റ് ക്രെഡിറ്റ്, പര്യാപ്തമായ വായ്പ കാർഷിക മേഖലയില് കോപ്പറേറ്റീവ് ബാങ്ക്സിലൂടെയും കൊമേഴ്ഷ്യൽ ബാങ്ക്സിലൂടെയും ഉറപ്പുവരുത്തണം. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നുണ്ട് the state should actively participate in the share capital of the banks. കോപ്പറേറ്റീവ് ബാങ്ക്സുകളുടെ ഷെയർ ക്യാപിറ്റൽ സംസ്ഥാന ഗവൺമെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പറയുന്നുണ്ട് റിഹാബിലിറ്റേഷൻ ഓഫ് വീക്കർ സെൻട്രൽ ബാങ്ക്സ് ഫ്രം ഹെവി ഓവർ ഡ്യൂ. എന്താണ്? റിഹാബിലിറ്റേഷൻ ഓഫ് വീക്കർ സെൻട്രൽ ബാങ്ക്സ് ഏതിൽ നിന്നും?
ഹെവി ഓവർഡ്യൂവിൽ നിന്നും അവരെന്ത് ചെയ്യണം? റീഹാബിലിറ്റേറ്റ് ചെയ്യണം, പുനരധിവസിപ്പിക്കണമെന്നാണ്. ആരെയാണ്? വീക്കർ ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക്സുകളുടെ. ഇതൊക്കെയായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് 1 സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, 2 മൾട്ടി ഏജൻസി അപ്രോച്ച്, 3 റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, 4 അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ്, ദെൻ അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ ഓഫ് വീക്കർ സെൻട്രൽ ബാങ്ക്സ് ഫ്രം ഹെവി ഓവർഡ്യൂ. ബാക്കിയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഒരു ഒബ്സർവേഷൻ കൂടി പറയുന്നുണ്ട്. എന്താ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? കോപ്പറേറ്റീവ്സ് ആർ ഓഫൺ ലുക്ക്ഡ് അപ്പോൺ നോട്ട് ആസ് ഫാർമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സഹകരണ സ്ഥാപനങ്ങളെ കൃഷിക്കാരുടെ സ്ഥാപനം എന്ന രീതിയിലല്ല എല്ലായ്പ്പോഴും പലരും നോക്കിക്കാണുന്നത്. എന്തായിട്ടാണ്? ബട്ട് ആസ് എ പാർട്ട് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനം എന്ന രീതിയിലാണ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെ നോക്കിക്കാണുന്നത്. അടുത്ത് പറയുന്നുണ്ട്, കോർപ്പറേഷൻ ഹാഡ് നോട്ട് മെഷേർഡ് അപ് ടു എക്സ്പെക്ടേഷൻ ഇൻ മൊബിലൈസിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ക്രെഡിറ്റ് അറ്റ് ദ റീറ്റെയിൽ ലെവൽ. നിക്ഷേപങ്ങൾ സമാഹരിക്കാനോ അതനുസരിച്ചുള്ള വായ്പ കൊടുക്കുവാനോ ഉള്ള, അല്ലെങ്കിൽ അത് ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് പ്രതീക്ഷക്കൊത്ത് ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഉയർന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് നല്ല രീതിയിൽ മൊബിലൈസ് ചെയ്ത് അതനുസരിച്ച് ലെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ മാറിയിട്ടില്ല എന്നതും ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ 66, 69 വർഷം RBI അപ്പോയിന്റ് ചെയ്തു. ബി വെങ്കടപ്പയ്യാണ് ഇതിന്റെ ഇതിന്റെ ചെയർമാൻ. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഓർത്തു വെച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദെൻ അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനകത്ത് വരേണ്ടത് 1 മൾട്ടി ഏജൻസി അപ്രോച്ച്, സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, റിവാമ്പിംഗ് ഓഫ് അഗ്രികൾച്ചർ റീഫിനാൻസ് കോർപ്പറേഷൻ, അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബോർഡിന്റെ സെറ്റപ്പ്, അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ ഓഫ് വീക്കർ സെൻട്രൽ ബാങ്ക്സ് ഫ്രം ഹെവി ഓവർഡ്യൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ബി വെങ്കടപ്പയ്യ ആയിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.